നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ഹൊറർ സിനിമയിലെ ഭീതിപ്പെടുത്തുന്ന കഥ പോലെയാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂടിലെ കൂട്ടക്കുരുതിയെക്കുറിച്ച് കേരളം കേട്ടത്. ലഹരിക്കടിമയായ സീരിയൽ കില്ലർ, 6 മണിക്കൂറിനിടെ 5 കൊലപാതകം. ലഹരിയുടെ മയക്കത്തിൽ നൊന്തുപറ്റ അമ്മയുടെ തല ചുറ്റിക കൊണ്ട് അടിച്ചു. പിന്നെ സ്വന്തം കാമുകിയും അനുജനും മുത്തശ്ശിയും ഉൾപ്പെടെ 5 പേരെ വകവരുത്തി. വെഞ്ഞാറമൂട് കൂട്ടക്കുരുതിക്ക് പിന്നിലെ സത്യം തേടി പോലീസ് അന്വേഷണം തുടരുകയാണ്. കൊലപാതകം നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപുള്ള ഫർസാനയുടെ ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടു. മുക്കന്നൂർ ജംഗ്ഷനിലൂടെ യുവതി കാൽനടയായി നീങ്ങുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മുക്കന്നൂരിൽ കാത്തുനിന്ന പ്രതി അഫാൻ ഇരുചക്ര വാഹനത്തിൽ പിന്നീട് പേരമലയിലെ വീട്ടിലെത്തിച്ചാണ് ക്രൂരമായി പ്രണയിനിയെ കൊലപ്പെടുത്തിയത്. കൂട്ടക്കൊലപാതകത്തിനിടെ പ്രതി അഫാൻ ബാറിലെത്തി മദ്യപിച്ചതായും സൂചനയുണ്ട്. 4 പേരെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം ബാറിലെത്തുകയും മദ്യവുമായി മടങ്ങിയ ശേഷം 2 കൊലപാതകങ്ങൾ കൂടി നടത്തിയെന്നുമാണ് കരുതുന്നത്. പ്രതിയെ വൈകാതെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ആക്രമണത്തിനിരയായ ഉമ്മ ഷെമിക്ക് 65 ലക്ഷം രൂപ കടമുണ്ടെന്നും പോലീസ് കണ്ടെത്തി. ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഷെമി ഡോക്ടർമാരോട് സംസാരിച്ചു. തലച്ചോറിലെ നീര് കൂടിയിട്ടില്ല, തലയൊട്ടിക്കും താടിയലിനും പൊട്ടലുണ്ട്. അതിനിടെ അന്വേഷണ സംഘം ഷെമിയുടെ മൊഴിയെടുക്കാനും നീക്കം തുടങ്ങിയിട്ടുണ്ട്. വെഞ്ഞാറമൂട് ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദും ഡാൻ കുര്യനും ചേരുന്നുണ്ട്. ആദ്യം വിനോദിലേക്കാണ്. വിനോദ്, ചില നിർണായകമായിട്ട് കേസുമായി ബന്ധപ്പെട്ട ചില നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള മൊഴി ഈ ഉമ്മ ഷെമിയുടേതായിരിക്കും. ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് പറയുന്നുണ്ട്. സംസാരിക്കാവുന്ന ഒരു അവസ്ഥയുണ്ടോ? പോലീസിന് മൊഴിയെടുക്കാവുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? വിനോദ്, ടോം, കഴിഞ്ഞ ദിവസം തന്നെ ഷെമിയുടെ മൊഴി മജിസ്ട്രേറ്റ് എത്തി രേഖപ്പെടുത്തിയിരുന്നു. കാരണം ഇവരുടെ ആരോഗ്യാവസ്ഥ എന്ത് എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരുപക്ഷെ ഏറ്റവും ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആളുകളുടെ മൊഴി മജിസ്ട്രേറ്റിനെ കൊണ്ട് രേഖപ്പെടുത്തി. അത് സാധാരണ നിലയിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്, നിയമ നടപടിയാണ്. അങ്ങനെയുള്ള നടപടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 5 കൊലപാതകങ്ങളെക്കുറിച്ചും ഷെമി ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നതാണ്. ഈ ബോധം വരുമ്പോൾ തന്നെ ഇളയ മകനെ അന്വേഷിക്കുകയാണ്. തനിക്ക് പരിക്ക് പറ്റിയത് കട്ടിലിൽ നിന്ന് വീണതാണ് എന്ന ഒരു മൊഴിയാണ് നൽകിയത്. അതായത് ഈ പ്രതിയെ, മൂത്ത മകനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട്, അത് സാധാരണ അമ്മമാർ ഇങ്ങനെ വീടുകളിൽ സംഭവിക്കുമ്പോൾ, ഗാർഹികമായ പീഡനം നേരിടുമ്പോൾ മക്കൾ പിന്നീട് നിയമപരമായി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ പോലീസ് അവരെ പിടികൂടാതിരിക്കാനൊക്കെ മക്കളെ സംരക്ഷിക്കുന്ന ഒരു പ്രവണത, അത് ഈ കേസിൽ മാത്രമല്ല പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. വീഡിയോ ദൃശ്യങ്ങൾ, പലരും അയൽവാസികളൊക്കെ മൊബൈലിൽ വീഡിയോ ദൃശ്യങ്ങൾ പകർത്താറുണ്ട് മക്കൾ മർദ്ദിക്കുന്നത്. പക്ഷേ ഈ കാര്യം ചോദിച്ച് പിന്നീട് പോലീസോ മാധ്യമപ്രവർത്തകരോ എത്തുമ്പോൾ പോലും ഈ പലപ്പോഴും അമ്മമാർ മക്കളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുന്നത്. പക്ഷേ ഇവിടെ ഷെമി ഇതുവരെ ഈ 5 മരണങ്ങളെക്കുറിച്ച്, തൻ്റെ ഇളയ മകൻ ഉൾപ്പെടെ കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞിട്ടില്ല. അവരുടെ ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ടു വരികയാണ്. ഒരുപക്ഷെ അടുത്ത ദിവസം ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തും. അവരുടെ മെഡിക്കൽ രേഖകൾ പരിശോധിക്കുന്നുണ്ട്. ഡോക്ടർമാരുമായി അന്വേഷണ സംഘം സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നാളെയായിരിക്കും അവരുടെ മൊഴി രേഖപ്പെടുത്തുക. ഈ വിവരമെല്ലാം ഷെമിയെ അറിയിക്കേണ്ടതുണ്ട്. ഷെമിയുടെ ഭർത്തൃമാതാവും അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ മൂത്ത മകൻ്റെ കാമുകിയും ഇളയ മകനും ഒക്കെ തന്നെ കൊല്ലപ്പെട്ടു, അതിദാരുണമായി കൊല്ലപ്പെട്ടു എന്ന് ഇപ്പോഴും ആ അമ്മ അറിഞ്ഞിട്ടില്ല. ഇനി അവർ അത് അറിയേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ അവരുടെ പ്രതികരണം നടത്തുക. ഏതായിരുന്നാലും ഈ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു, മറ്റ് ചില കാര്യങ്ങൾ കൂടി, അതെല്ലാം തന്നെ ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ്. ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഈ കൊലപാതകങ്ങളുടെ ഇടവേളകളിൽ
6 മണിക്കൂർ കൊണ്ടാണ് 5 പേരെ കൊലപ്പെടുത്തുന്നത്. ഈ സമയത്തിനുള്ളിൽ ഈ പ്രതി ബാറിൽ പോവുകയും മദ്യപിക്കുകയും അവിടെ നിന്ന് മദ്യം വാങ്ങി വീട്ടിലേക്ക് വരികയും ചെയ്തു എന്നതാണ്. 4 പേരുടെ തല അടിച്ച് തകർത്ത ശേഷം ഇതിൽ 3 പേർ കൊല്ലപ്പെടുന്നു. ആദ്യം അമ്മയെ വീട്ടിൽ ചുമരിൽ തല പിടിച്ചിടിക്കുന്നു, ഏതാണ്ട് 20 തവണയോളം തലയിൽ അടിക്കുന്നു. അതിനുശേഷം മരിച്ചു എന്ന ധാരണയിൽ അമ്മുമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്, അവിടെ അവരെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം അച്ഛൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് പോയി അബ്ദുൾ ലത്തീഫ് എന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. അവിടെ നിന്നാണ് ഈ പ്രതി മദ്യപിക്കാൻ എത്തുന്നത്. ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഇയാൾ സഞ്ചരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കാമുകിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ശേഷം അനുജനെ തന്ത്രപരമായി അവിടെ നിന്ന് മാറ്റുകയാണ്. കുഴിമന്തി വാങ്ങാൻ ഈ ഇളയ സഹോദരന് 13 വയസ്സുള്ള കുട്ടിയെ ഓട്ടോ ഏർപ്പാടാക്കി ആ വാഹനത്തിൽ കയറ്റി ഹോട്ടലിലേക്ക് അയക്കുകയാണ്. അതിനുശേഷം ഈ ഗ്യാപ്പിൽ, ഈ സമയത്തിൻ്റെ ഉള്ളിലാണ് കാമുകിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്നത്. എന്നിട്ട് ബൈക്കുമായി പോയി അനുജനെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഇതിലൊന്നും തന്നെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭാവവ്യത്യാസമോ മാനസികമായി എന്തെങ്കിലും ഒരു കുറ്റബോധമോ ഈ ചെയ്തികൾ നടത്തിയതിൻ്റെ ഒരു ചാഞ്ചല്യമോ ഒന്നും തന്നെ ഈ പ്രതി പ്രകടിപ്പിച്ചില്ല എന്നതാണ്. നമ്മൾ ഈ CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ലാത്ത സാധാരണ ഒരാൾ പെരുമാറുന്നത് പോലെ ഈ കൊലപാതകങ്ങൾ നടത്തുന്നു, അതിന് പിന്നാലെ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നു. അനുജനെ തിരിച്ച് ബൈക്കിൽ കൂട്ടിക്കൊണ്ടുവരുന്നു. വീട്ടിലേക്ക് കയറുന്ന വഴി തന്നെ നേരത്തെയൊക്കെ കരുതിയിരുന്നത് സ്നേഹം കൊണ്ട് ഇഷ്ടഭക്ഷണം അനുജന് വാങ്ങി നൽകി എന്നതാണ്. പക്ഷേ തന്ത്രപരമായി ആ കുട്ടിയെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് വരുമ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് തന്നെ ബാഗും ഭക്ഷണവും തറയിൽ ചിതറിയ നിലയിലാണ്. അതായത് ബലപ്രയോഗത്തിലൂടെ കുട്ടിയെ അകത്തേക്ക് വലിച്ചു കയറ്റുകയും അതിനുശേഷം കുട്ടിയുടെ തലയിലും ഈ ചുറ്റിക കൊണ്ട് ആവർത്തിച്ചടിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതെല്ലാം തന്നെ വളരെ ബ്രൂട്ടലായിട്ടുള്ള മർഡറുകളാണ്. അത് തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകം, അതാണ് അഫാൻ ഇവിടെ നടത്തിയതെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഈ അഫാനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അഫാൻ ഈ വിഷം കഴിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണല്ലോ. ഈ അഫാന്റെ ആരോഗ്യനില അറിയണം. അഫാനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ ഉണ്ടല്ലോ. ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന് പറയുന്നു, അതല്ല മദ്യലഹരിയിലാണ് അതിക്രമം കാണിച്ചതെന്ന് പറയുന്നു. പ്രതി തുടക്കത്തിൽ പോലീസ് നൽകിയ മൊഴി പ്രകാരം സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ കൂട്ടക്കുരുതിക്ക് കാരണമെന്നൊക്കെ പറയുന്നുണ്ട്. നിലവിൽ പോലീസിന്റെ കണ്ടെത്തൽ എന്താണ് വിനോദ്? ടോം, ഇതിൽ അടിസ്ഥാനമായിട്ടുള്ളത് സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. കാരണം 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മറ്റു തൊഴിലിനൊന്നും പോകുന്നില്ല, എന്നാൽ നയിക്കുന്നതാകട്ടെ ആഡംബര ജീവിതവും. മുന്തിയ ഇനം ബൈക്ക് വാങ്ങുന്നു, വസ്ത്രങ്ങൾ അങ്ങനെ ധരിക്കുന്നു, മൊബൈൽ ഫോൺ കൂടിയത് വാങ്ങുന്നു. ഇതെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയുള്ള അഫാൻ്റെ പിതാവ് സൗദി അറേബ്യയിലാണ്. അവിടെ സാമ്പത്തിക പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ 8 വർഷമായി നാട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല. അവിടെ ഈ സ്പോൺസറുമായുള്ള തർക്കത്തെ തുടർന്ന് ട്രാവൽ ബാൻ നേരിടുന്നുണ്ട്. ഈ 8 വർഷമായി അവിടെ തുടരേണ്ടി വരുന്നത് തന്നെ ഈ സാമ്പത്തിക പ്രശ്നമുള്ളത് കൊണ്ടാണ്. അതിനപ്പുറത്തേക്ക് അഫാൻ്റെ മാതാവിന് ഷമിക്ക് ക്യാൻസർ ബാധയാണ്, അതിനുള്ള ചികിത്സ നടക്കുന്നുണ്ട്. അങ്ങനെ ആ കുടുംബം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ജോലിക്കും പോകാതെ വളരെ ആഡംബരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ചെറുപ്പക്കാരൻ ശ്രമിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ 1 മാസമായി ഇയാൾ തുടർച്ചയായി മദ്യപിക്കുന്നു എന്നതാണ്. അതായത് കണ്ടിന്യൂസായി ഒരാൾ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനോനിലയ്ക്കുണ്ടാകുന്ന മാറ്റം, അത് സ്വാഭാവികമായി ഒരാൾ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന അദ്ദേഹത്തിന് ഇൻബോണായുള്ള ഏതെങ്കിലും തരത്തിലുള്ള മനോവൈകല്യമല്ല, മറിച്ച് തുടർച്ചയായി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യാനുള്ള തരത്തിലേക്ക് അയാൾ മാറിപ്പോകുന്ന രീതി, അതാണോ സംഭവിച്ചതെന്നതാണ് ഇപ്പോൾ ബലമായി സംശയിക്കുന്നത്. ആ വഴിക്കുള്ള അന്വേഷണം എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ അഫാൻ്റെ മൊബൈൽ ഫോൺ ഫോർമാറ്റ് ചെയ്ത നിലയിലാണ്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ആരൊക്കെയുമായി ബന്ധപ്പെട്ടിരുന്നു, സൗഹൃദത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ഈ രാസലഹരികൾ, സിന്തറ്റിക് ഡ്രഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നോ, ഈ നിരന്തരമായി ആരെയെങ്കിലും വിളിച്ചിരുന്നോ, ഇയാളുടെ കൂട്ടുകാർ ആരൊക്കെയായിരുന്നു, ഇതൊക്കെ തന്നെ ഇനി അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. ഇയാളുടെ സഞ്ചാരം എങ്ങനെയായിരുന്നു? കാരണം ഒരു 6 മണിക്കൂർ കൊണ്ട് 5 പേരെ കൊലപ്പെടുത്തുക എന്നത് നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. റിപ്പർ ചന്ദ്രൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ സീരിയസായി കൊല ചെയ്യുമെങ്കിലും ഈ ചെറിയ മണിക്കൂറിനുള്ളിൽ 5 പേരെ, അത് 3 ഇടങ്ങളിലായി 30 കിലോമീറ്ററിലധികം ബൈക്കിൽ സഞ്ചരിച്ച് വസ്ത്രത്തിൽ രക്തം പുരളുമ്പോൾ അത് മാറ്റി പുതിയ വസ്ത്രം ധരിച്ച് വളരെ സാധാരണക്കാരനെ പോലെ ആളുകൾക്കിടയിലൂടെ സഞ്ചരിച്ചു പോയി ഓരോ സ്ഥലങ്ങളിലും കൊല നടത്തിയ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ 72 മണിക്കൂറാണ് നിരീക്ഷണത്തിനായി പറഞ്ഞിട്ടുള്ളത്. ആ മണിക്കൂറുകളിലൂടെ കടന്നു പോകുന്നു. ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസമോ ആയിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളെ കോടതിയിൽ ഹാജരാക്കുക. ഇതിനിടയിൽ
പോലീസ് മൊഴി രേഖപ്പെടുത്തും. അറസ്റ്റിന് ശേഷം വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. ഏതായിരുന്നാലും ഒരു ചികിത്സയോട് അനുകൂലമായ അല്ലെങ്കിൽ ചികിത്സാ രീതികളോട് സഹകരിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നില്ല. മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. ഈ സാമ്പത്തിക ബാധ്യത, തൻ്റെ പിതാവിൻ്റെ കടം അത് ഒഴിവാക്കാൻ കുടുംബാംഗങ്ങൾ ശ്രമിച്ചില്ല എന്ന കാര്യം അഫാൻ പറയുന്നുണ്ട്. പക്ഷേ താൻ അങ്ങനെ ഒരു ബാധ്യതയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് മകനോട് പറഞ്ഞിരുന്നില്ല എന്നാണ് അഫാൻ്റെ പിതാവിൻ്റെ പ്രതികരണം ഉണ്ടായത്. മാത്രമല്ല, ഈ അഫാൻ ആക്രമിച്ച ആളുകളുടെ ഒരു ശാരീരിക സ്ഥിതി നോക്കിയാൽ അയാളെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയാത്ത ആളുകളാണ്. ഒന്ന് അമ്മൂമ്മയാണ്, 80 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അച്ഛൻ്റെ ജ്യേഷ്ഠൻ റിട്ടയർഡായ ആളാണ്, അദ്ദേഹം സൈന്യത്തിലായി വിരമിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വയസ്സായ ആളാണ്. അവരുടെ 2 പെൺമക്കളുണ്ട്. അവരെ 2 പേരെ വിവാഹം ചെയ്തയച്ച് ഇവർ ഒറ്റയ്ക്ക് കഴിയുന്ന ദമ്പതികളാണ്. വീട്ടിലെത്തിയാൽ അമ്മ കാമുകി, ഇവർ 2 പേരും അഫാനെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയാത്ത ആരോഗ്യസ്ഥിതിയുള്ള ആളുകളാണ്. 13 വയസ്സുള്ള ഒരു കുട്ടി, ഇളയ സഹോദരനാണ്. അങ്ങനെ ഈ ആക്രമിച്ചതെല്ലാം തന്നെ അയാൾക്ക് തോൽപ്പിക്കാൻ കഴിയുന്ന ആളുകളെയാണ്. അതുകൊണ്ട് തന്നെ മനോനില തെറ്റിയ ഒരാളെന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. കാരണം മാനസിക വിഭ്രാന്തിയോ മറ്റോ ഉള്ള ആളുകൾ അവരുടെ എതിരെ വരുന്ന ആളിൻ്റെ ശാരീരിക സ്ഥിതി നോക്കിയായിരിക്കില്ല ആക്രമിക്കുന്നത്. ഇവിടെ അഫാൻ ഒരു സാഡിസം കാണിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ തൻ്റെ പ്രശ്നങ്ങൾ ഈ ഇരകൾക്ക് മേൽ, തന്നെക്കാൾ ദുർബലരായ ആളുകൾക്ക് മേൽ തീർക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അയാൾ ആ നിലയ്ക്ക് ചിന്തിച്ചിരിക്കുന്നു. ഭീരുവാണ് എന്ന ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇയാൾ ലഹരിയുടെയോ അല്ലെങ്കിൽ മനോനിലയുടെയോ പ്രശ്നമല്ല. അയാളുടെ ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെന്ന് അവർ കരുതിയ ആൾ തന്നെ അവരുടെ കൊലയാളിയായി മാറുന്ന ഒരു രീതി, ആ തരത്തിൽ ഇയാൾ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ഇത്ര ഒരു കൂട്ടക്കുരുതി നടത്തിയത്? തൻ്റെ പ്രിയപ്പെട്ടവരെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണെന്നുള്ള അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതിനിടെ അഫാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അമ്മ ഷെമിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടുവെന്ന് അവർ സംസാരിച്ചുവെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. ഡോക്ടർമാരുടെ അനുവാദത്തോടെ പോലീസ് ഇവരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഷമീനയുടെ തലച്ചോറിന്റെ സ്കാൻ രാവിലെ എടുത്തിരുന്നു. അതിൽ തലച്ചോറിലെ നീര് കൂടിയിട്ടില്ല. ഇന്നലത്തെ പോലെ അതേപോലെ തന്നെ തുടരുന്നുണ്ട്. ആളിപ്പോഴും കോൺഷ്യസ് ആണ്, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം, ബന്ധുക്കളെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വൈറ്റൽസ് എല്ലാം സ്റ്റേബിളായി തന്നെ തുടരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ രാവിലെ ന്യൂറോ സർജനും മാക്സിമം ഫേഷ്യൽ സർജൻ അങ്ങനെ അടങ്ങുന്ന ടീം കണ്ടിരുന്നു. ഇനി ഇപ്പോഴത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുക, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ തന്നെ ഒബ്സർവേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഒരു 48 മണിക്കൂറിന് ശേഷം സ്കാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാമെന്നുള്ളതാണ് തീരുമാനം. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ അഫാന്റെ അമ്മ ഷെമിയുടെ മൊഴിയായിരിക്കും. അതിനുള്ള നീക്കം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് രാവിലെ ന്യൂസ് 18 പുറത്തുവിട്ട ഒരു ദൃശ്യം, ഈ അഫാന്റെ കാമുകിയുടെ, കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ, കൊലപാതകത്തിന് മുൻപ് ഇവർ റോഡിലൂടെ നടന്നു പോകുന്ന ഒരു ദൃശ്യമാണ് പുറത്തു വന്നത്. അത് അഫാനൊപ്പം വീട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടിയായിരുന്നോ ഈ പെൺകുട്ടി അവിടെ എത്തിയത്? ഏറ്റവും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട നടക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പ്രതി സാമ്പത്തിക ബാധ്യതയാണ് കൊലപാതകത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം, കൊലപാതകത്തിലേക്ക് നയിക്കാനിടയ കാരണം സാമ്പത്തിക ബാധ്യതയാണ് എന്ന് പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഇങ്ങനെ നിഷ്ഠൂരമായി ഈ ഏറ്റവും പ്രിയപ്പെട്ടവരെ കൊലപ്പെടുത്താൻ എന്നതാണ് പോലീസിന്റെ അന്വേഷണത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന് ഈ പ്രതിയെ കൂടാതെ ഉത്തരം നൽകാൻ കഴിയുന്ന ഏക വ്യക്തി, ജീവനോടെ അവശേഷിക്കുന്ന ഏക വ്യക്തി ഈ പ്രതിയുടെ 23-കാരന്റെ അമ്മ ഷെമിയാണ്. ഈ വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും അവർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. പക്ഷെ ഇങ്ങനെ ഒരു വലിയ ദുരന്തമുണ്ടായെന്നോ അവർക്ക് വേണ്ടപ്പെട്ട 5 പേർ ഭൂമിയിൽ ഇന്ന് ജീവനോടെ ഇല്ല എന്നുള്ള കാര്യമോ എന്നും അവർക്കറിയത്തില്ല. മകളെ സംരക്ഷിക്കുന്ന തരത്തിലാണ് അവിടെ വെച്ച് ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴിയിലും പരാമർശിക്കുന്നത്. മകനെ സംരക്ഷിക്കുന്ന തരത്തിൽ തന്നെയാണ്. അതിനിടയിലാണ് വെഞ്ഞാറമൂട് SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇന്ന് ആശുപത്രിയിലെത്തി മെഡിക്കൽ റിപ്പോർട്ട്, ഈ ഷെമിയുടെ ആരോഗ്യനില സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ വാങ്ങിയിരിക്കുന്നത്. അതായത് ആരോഗ്യനില വീണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ, അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നാളെ ഈ ആശുപത്രിയിലെത്തി ഷെമിയുടെ മൊഴി എടുത്തേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ സംഭവത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്, അതിലേക്ക് വെളിച്ചം വീശുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അടുത്ത ദിവസം ഈ മൊഴിയെടുക്കുന്നതിലൂടെ പോലീസിനെ ലഭിക്കുമെന്നൊരു വലിയ പ്രതീക്ഷയിലാണ് അവർ ഈ അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നത്. കാരണം ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അന്വേഷണവുമായി
പൂർണ്ണമായി സഹകരിക്കാത്ത ഒരു സാഹചര്യമാണ് ഈ പ്രതിയുടെ ഭാഗത്ത് നിന്നുള്ളത്. ചോദ്യങ്ങളോട് കൃത്യമായി പ്രതികരിക്കുന്നില്ല എന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. അതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യങ്ങൾ ന്യൂസ് 18 ഇന്ന് രാവിലെ പുറത്തുവിട്ടത്. അതായത് ഈ സംഭവ ദിവസം, അതായത് തിങ്കളാഴ്ച വൈകുന്നേരം 3:15 3 മണിക്ക് ശേഷമാണ് ഈ മഹാന്റെ കോള് വരുന്നത്. പുറത്തേക്ക് വരണം, വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ്. അങ്ങനെ ട്യൂഷന് പോവുകയാണ് എന്ന് പറഞ്ഞ ഈ 22 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങി പുത്തൂർ എന്ന സ്ഥലത്ത് നിന്ന് മുക്കുന്നൂർ എന്ന സ്ഥലത്തു കൂടി നടന്ന് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടത്. അങ്ങനെ പോകുന്നതിനിടയിൽ അവർ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് തന്നെ ആയിരിക്കാം. അതിനുശേഷം ഒരു സ്ഥലത്ത് വെച്ച്, അതായത് ആളുകൾ ഒരുപാടുണ്ടായിരുന്ന സ്ഥലമൊക്കെ പിന്നിട്ട് വീണ്ടും മുമ്പോട്ട് തന്നെ നടന്നു നീങ്ങി ഏതാണ്ട് 3:35 ശേഷമായിരിക്കാം ഈ തന്റെ സുഹൃത്തിനൊപ്പം, ആൺ സുഹൃത്തായ പ്രതിക്കൊപ്പം ഈ വീട്ടിലേക്ക് അയാൾ പറഞ്ഞതനുസരിച്ച് ഈ ഇരുചക്ര വാഹനത്തിൽ പോയിരിക്കുക എന്നതാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും 4 മണിക്കും 4:20 ഇടയിലുള്ള സമയത്ത് ഈ അതിക്രൂരമായ നിലയിൽ ഈ പേരമലയിലെ വീടിന്റെ മുകൾ നിലയിൽ വെച്ച് തന്റെ സ്കൂൾ കാലം മുതലുള്ള പ്രണയിനിയായിരുന്ന ഈ ഫർസാന എന്ന 22-കാരിയെ അതിക്രൂരമായി പ്രതി കൊല ചെയ്യുകയായിരുന്നു. അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തുന്നതിനുള്ള പോലീസിന്റെ വിശദമായ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. തീർച്ചയായും വിനോദിലേക്ക് ഒരിക്കൽ കൂടി. വിനോദ്, ഡാൻ സൂചിപ്പിച്ചതുപോലെ ഈ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് അവിടേക്ക് എത്തിയത്, ഈ യുവാവിനൊപ്പം, അഫാനൊപ്പം പോകാൻ വേണ്ടിയായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഇനിയൊരു വ്യക്തത വേണ്ടത്. വിനോദ്, ഈ ഒരു കേസ് വിശദമായി പരിശോധിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർക്കോ നാട്ടുകാർക്കൊന്നും ഈ അഫാൻ ലഹരിക്ക് അടിമയായിരുന്നു എന്ന് വ്യക്തമായ അറിവുണ്ടായിരുന്നില്ല. കാര്യമായി ആരുമായി പുറത്തുള്ളവരുമായി വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ യുവതിക്ക്, ഈ കാമുകിക്ക് ഇയാൾ ലഹരി ഉപയോഗിക്കുന്നു എന്ന് അറിയാമായിരുന്നു? ഇവരുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു? അവരുടെയൊക്കെ മൊഴികളും ഈ കേസിൽ നിർണായകമല്ലേ? ടോം, പെൺകുട്ടിയിൽ നിന്ന് പണം വാങ്ങിയിരുന്നു എന്ന കാര്യം പറയുന്നുണ്ട്. അത് അഫാന്റെ പിതാവും കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം വിദേശത്തായിരുന്നെങ്കിൽ കൂടി അദ്ദേഹത്തിനും ഈ കാര്യം അറിവുള്ളതായിരുന്നു. പലരിൽ നിന്നായി പണം വാങ്ങുന്നു എന്ന കാര്യം ഇതിനകം തന്നെ വീട്ടുകാർക്കറിയാമായിരുന്നു. മാത്രമല്ല, ഇങ്ങനെ ഒരു പ്രണയമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗൗരവത്തിലാണ് ഇത് കണ്ടത്. അവർ വിവാഹിതരാകാൻ പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഇടപാടിനെ അങ്ങനെ കണ്ടു എന്നാണ് അഫാന്റെ പിതാവ് പറയുന്നത്. ഈ ദൃശ്യങ്ങളിലെ സമയം പരിശോധിച്ചാൽ ടോം, നമ്മൾ വീണ്ടും പറയുന്നത് ഇയാളുടെ ഈ പെരുമാറ്റത്തിൽ ഒരു അസ്വാഭാവികതയും ഇല്ലായിരുന്നു എന്നതിൻ്റെ ഒരു കാര്യമാണ്. അതുതന്നെയാണ് ഇവിടെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യവും. ഓരോ കൊലപാതകങ്ങൾ നടത്തുകയും അതിനിടയിൽ മറ്റ് കാര്യങ്ങൾ ചെയ്യുകയാണ് ഈ പ്രതി. അതായത് ഈ 3:30 മണിക്ക് പെൺകുട്ടി വീട്ടിൽ നിന്ന് വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ, അതായത് 3 മണിക്കാണ് അതിന് തൊട്ട് മുൻപുള്ള ഒരു കൊലപാതകം നടത്തുന്നത്. അരമണിക്കൂർ സമയം കഴിഞ്ഞ് വീണ്ടും അടുത്ത ആളിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുകയാണ്. പിതാവിൻ്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അവരുടെ വീട്ടിൽ ചെന്ന് ചുറ്റികയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തി. ഏതാണ്ട് 20 തവണയിലധികം അബ്ദുൾ ലത്തീഫിൻ്റെ തലയിൽ അടിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇൻക്വസ്റ്റിൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരണം. കഴുത്ത് ഒടിഞ്ഞു തൂങ്ങിയ നിലയിലായിരുന്നു, നെഞ്ചിന് മുകളിൽ തലവരെ. ഇങ്ങനെയാണ് ഇത്രയും ഭാഗത്താണ് മർദ്ദനം മുഴുവൻ ഉണ്ടായത്. അത് നെറ്റിയിലുണ്ട്, കഴുത്തിലുണ്ട്, നെഞ്ചിലുണ്ട്, കഴുത്തിന് പിറകിലുണ്ട്. അതായത് പൂർണ്ണമായും അടിച്ച് ചതച്ച് കളയുക എന്ന തരത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ തരത്തിലാണ്, നിലത്ത് കിടക്കുന്ന തരത്തിലായിരുന്നു. തല പൂർണ്ണമായും അടിച്ച് തകർത്ത നിലയിലായിരുന്നു. ഇങ്ങനെ 2 മൃതദേഹങ്ങൾ. അത് 3 മണിക്ക് ആ കൊലപാതകം നടക്കുന്നു. അതിനുശേഷം ബൈക്കിൽ അരമണിക്കൂർ കൊണ്ട് വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് എത്തുന്നു. അവിടെയാണ് അഫ്സാനയെ വിളിച്ചു വരുത്തുന്നത്. ആ പെൺകുട്ടി ഇതൊന്നും അറിയുന്നില്ല. പ്രതി വിളിക്കുന്നതിനനുസരിച്ച്, കാമുകനാണ് വിളിക്കുന്നതനുസരിച്ച് ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്ന കുട്ടിയാണ്. അവിടെ നിന്ന് നേരെ ഇയാൾ വിളിച്ചതനുസരിച്ച് വരികയാണ്. അവിടെയും തീരുന്നില്ല ഇയാളുടെ ഈ കണക്ക് കൂട്ടലുകൾ. ഈ പെൺകുട്ടിയെ വീട്ടിലെത്തിച്ച ശേഷം അവിടെ തടസ്സമായി വരാൻ സാധ്യത ഉണ്ടായിരുന്നത് ഈ അഫാന്റെ സഹോദരനാണ്. അഫ്സാൻ അവിടെ എത്തിയാൽ ഈ കൊലപാതകം നടക്കില്ല ഒരുപക്ഷെ. കാരണം അവർ 2 പേരാകും ഒരു വശത്ത്. അതുകൊണ്ട് ആ കുട്ടിയെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ഓട്ടോ തയ്യാറാക്കി ആ കുട്ടിയെ കുഴിമന്തി വാങ്ങാൻ മറ്റൊരു ഹോട്ടലിലേക്ക് വിടുകയാണ്. അത് ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ എല്ലാവരും കരുതിയത് കൊലപ്പെടുത്തുന്നതിന് മുൻപ് അനുജന് ഇഷ്ടഭക്ഷണം വാങ്ങിക്കൊടുക്കുന്ന ചേട്ടൻ്റെ ഒരു കരുതലും സ്നേഹവും വികാരപരമായ ഒരു നടപടിയുമായി
ഒക്കെയാണ് ആദ്യം കണ്ടത്. പക്ഷേ അങ്ങനെയല്ല. ഈ കൊലപാതകം നടക്കുമ്പോൾ ആ കുട്ടി ആ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല, അത് തടസ്സമായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കുട്ടിയെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കുകയും ഈ കൊല നടത്തിയ ശേഷം ബൈക്കുമായി ഓട്ടോയ്ക്ക് പിറകിൽ പോവുകയും പിന്നാലെ ഈ ഹോട്ടലിൽ നിന്ന് കുട്ടിയെ ബൈക്കിൽ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അവിടെയും ഈ ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നതാണ്. വാതിൽ കടന്ന് പോകുന്ന ഭാഗത്ത് വെച്ച് തന്നെ പിടിവലി ഉണ്ടായി എന്ന് മനസ്സിലാകുന്നു. കാരണം ആ ഭക്ഷണവും ബാഗും നിലത്ത് വീണ അവസ്ഥയിലായിരുന്നു. വലിച്ചു കയറ്റി ഉടൻ തന്നെ ആ കുട്ടിയെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ആ തരത്തിലാണ് പ്രതിയുടെ പെരുമാറ്റങ്ങൾ ഉണ്ടായത്. ഇവിടെയാണ് ഡോക്ടർമാരുടെ സംഘത്തിൻ്റെ ഇനിയുള്ള നിർദ്ദേശം. അതനുസരിച്ചുള്ള പോലീസിൻ്റെ അന്വേഷണവും മുന്നോട്ട് പോവുക കേട്ടോ. വ്യക്തമാണ്. വി വിനോദാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. വെഞ്ഞാറമൂട് കൂട്ടക്കുരുതിയിൽ ഇനി പോലീസിന്റെ നീക്കം ഈ അഫാന്റെ ഉമ്മയുടെ മൊഴിയെടുക്കുകയാണ്. അതിനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പത്തനംതിട്ട കൂടലിൽ 13 വയസ്സുകാരനെ പിതാവ് ക്രൂരമായി മർദ്ദിച്ച ഒരു വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. പിതാവ് ലഹരിക്ക് അടിമയെന്നാണ് സൂചന. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സഹിതം CWC പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ബെൽറ്റ് പോലെയുള്ള ഒരു വസ്തു ഉപയോഗിച്ച് കുട്ടിയെ അടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പോലീസിലേക്ക് പരാതി നൽകാൻ ധൈര്യമില്ലാത്തതിനെ തുടർന്ന് CWCയിൽ പരാതി നൽകുകയായിരുന്നുവെന്നാണ് വിവരം. അങ്ങനെയാണ് CWC പരാതി ഏറ്റെടുത്ത് പോലീസിന് കൈമാറിയത്. ഇറങ്ങി ഓടുന്നാടെ നിക്കടാ. എടാ ഇങ്ങോട്ട് വരാനെ. ചെയ്തില്ല. നീ വാ വാടാ ഇങ്ങ വാ വാടാ ഇങ്ങ. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, സ്വന്തം അച്ഛനാണ് ഒരു 13 വയസ്സുള്ള കുഞ്ഞിനോട് അതിക്രൂരമായ ഒരു ബെൽറ്റ് പോലെയുള്ള ഒരു വസ്തു ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിക്കുന്നത്. പതിവായി ഇതുപോലുള്ള മർദ്ദനങ്ങളുണ്ടോ? ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന് പറയുന്നുണ്ട്. ആ ലഹരിയുടെ അടിമത്തത്തിലാണോ ഈ രീതിയിലുള്ള ക്രൂരത കാട്ടിക്കൂട്ടിയത്? ടോം പറഞ്ഞ പോലെ തന്നെ ഇയാൾ ലഹരിക്ക് അടിമയാണെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ക്രൂരമായാണ് 13 വയസ്സുകാരനെ പിതാവ് വീട്ടിൽ വെച്ച് മർദ്ദിക്കുന്നത്. ഈ മർദ്ദന ദൃശ്യങ്ങളെല്ലാം അടക്കം എടുത്താണ് ഈ CWCക്ക് ഇപ്പൊ പരാതി കൊടുത്തിട്ടുള്ളത്. CWC ആണ് കൂടൽ പോലീസിലേക്ക് ഈ പരാതി രേഖാമൂലം നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ അച്ഛൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് CWC കൂടൽ പോലീസിലേക്ക് ആവശ്യപ്പെട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലൊരു ക്രൂരമായ മർദ്ദനമാണ് നടത്തുന്നത്. കാരണം ബെൽറ്റ് വെച്ച് മർദ്ദിക്കുന്ന പോലെ ആണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഈ കുട്ടി വസ്ത്രങ്ങളും ചെരുപ്പും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. നിരന്തരമായി ആവശ്യപ്പെടുന്നതിന്റെ പ്രകോപനമാണ് ഇയാൾ മർദ്ദിക്കാൻ കാരണമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മദ്യപിച്ചെത്തിയ ഇയാൾ ആ സമയത്താണ് ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇയാൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ മർദ്ദിക്കുകയും ആശുപത്രിയിലാവുകയും ചെയ്തിട്ടുണ്ട്. അവർ തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തതിനു ശേഷമാണ് ഇത് CWCക്ക് രേഖാമൂലം നൽകിയിട്ടുള്ളത്. കൂടുതൽ പോലീസാണ് ഈ കേസ് ഇപ്പോൾ എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും രാജേഷ് എന്നാണ് ഇയാളുടെ പേര്. നിരന്തരം ഇത്തരം വീട്ടിൽ മർദ്ദിക്കുകയും ഭാര്യയും മക്കളെയും മർദ്ദിക്കുന്ന സ്വഭാവക്കാരനാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ലഹരിക്ക് എതിരെയുള്ള ലഹരിക്കടിമ ഡീഅഡിക്ഷൻ സെന്ററിലൊക്കെ ഇയാൾ ചികിത്സയ്ക്ക് പോയിട്ടുണ്ടെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. വലിയ ഗൗരവത്തോടു കൂടി തന്നെ പോലീസ് കാണുന്നു. കാരണം ഒരു 13 വയസ്സുകാരനെ നിഷ്ഠൂരമായ രീതിയിൽ ബെൽറ്റ് ഉപയോഗിച്ച് മർദ്ദിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഉള്ളത്. എന്തായാലും ഈ പരിസരവാസികളെല്ലാം ഇദ്ദേഹത്തിന്റെ പേര് ശശിനാരായണൻ, ഇത് ഒരു ദിവസത്തെ ദൃശ്യമല്ലല്ലോ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് 2 ദിവസങ്ങളിലായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പതിവായി ഈ 13 വയസ്സുള്ള ആൺകുട്ടിക്ക് നേരെ പിതാവ് ഇതേ രീതിയിൽ മർദ്ദിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇവർ ഭയന്നിട്ടാണ് പോലീസിൽ പരാതി നൽകാതിരുന്നെന്ന് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ സംഭവം പുറത്തു വന്നത്? ടോം പറഞ്ഞ ശരിയാണ്. കാരണം പതിവായി ഇത് ഇയാൾ മദ്യപിച്ചും അതുപോലെ തന്നെ ലഹരിക്ക് ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിച്ച് വീട്ടിലെത്തിയതിനു ശേഷം വീട്ടിൽ പ്രകോപനം ഉണ്ടാക്കുകയും ഭാര്യയും മക്കളെയും മർദ്ദിക്കുന്ന സ്വഭാവക്കാരനാണ്.
അത് നിരന്തരം ഉണ്ടായതുകൊണ്ട് തന്നെ അയൽവാസികളാണ് ഇത്തരമൊരു കാര്യങ്ങൾ ഈ വീഡിയോയിൽ ചിത്രീകരിച്ച് CWCക്ക് പരാതി നൽകട്ടെ. പക്ഷെ അത് പരാതി പറയാൻ വീട്ടുകാർക്ക് ഭയമാണ്. ഇയാളുടെ ഭാര്യ അടക്കമുള്ള ആളുകളെ നിരന്തരം മർദ്ദിക്കുന്നതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് തന്നെ ഇത് പുറത്തു പറയാൻ ഭയമുള്ളതുകൊണ്ടാണ് ഈ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ നൽകിയെന്നാണ് നമുക്ക് CWC ചെയർമാൻ നൽകിയിട്ടുള്ള വിവരം. എന്തായാലും നമുക്കറിയാം ക്രൂരമായ ഒരു മർദ്ദനം തന്നെയാണ്. ലഹരിയുടെ മദ്യത്തിന്റെ അടിമയായതുകൊണ്ട് തന്നെ ഈ കുട്ടി ആവശ്യപ്പെട്ട ചെറിയ കാര്യങ്ങളാണ്, അതായത് വസ്ത്രങ്ങള്, ചെരുപ്പ് ഇങ്ങനെയൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ പേരിലാണ് ഈ മർദ്ദനം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ ഗൗരവത്തോടു കൂടിയാണ് CWC കേസ് എടുത്തിട്ടുള്ളത്. അത് അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി കൂടുതൽ പോലീസിലാണ് പരാതി നൽകിയിട്ട് കൂടുതൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഈ ഭാര്യയെ കഴിഞ്ഞ ദിവസം ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഭാര്യയെ മർദ്ദിച്ച ശേഷം അടൂരിലെ ചികിത്സയിലായിരുന്നു. അതിനുശേഷം അവർ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ കുടുംബത്തിൽ നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന വ്യക്തി തന്നെയാണ് ഈ രാജേഷ് എന്ന് പറയുന്ന വ്യക്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിന്റെ പേര് രാജേഷ് എന്നാണ് നമുക്ക് നിലവിൽ CWC ചെയർമാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പേര് രാജേഷ് എന്നാണ്. എന്തായാലും ഒരു ക്രൂരമായ മർദ്ദനം തന്നെയാണ് ഈ കുട്ടിക്ക് നേരെ 13 വയസ്സുകാരന് നേരെ ഉണ്ടായിട്ടുള്ള ബെൽറ്റ് ഉപയോഗിച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ. അതുപോലെ തന്നെ വളരെ മോശമായ രീതിയിൽ അത് ആ കുട്ടിയോട് പെരുമാറുകയും ചെയ്യുന്നുണ്ട്. നിരന്തരം ഈ കുട്ടികൾ ഈ പിതാവിന്റെ പീഡനത്തിന് ഇരയാകുന്നു എന്നുള്ളൊരു ഗൗരവമായ കാര്യം കൂടി നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടി വരും. ആ കുടുംബവും ഭീതിയിലാണ്. അതുകൊണ്ടാണ് അവർ ദിവസങ്ങളായി ഇത് പരാതി പറയാതിരിക്കുക. കാരണം പരാതി ഒരു കാരണവശാലും പറയാനുള്ള ഭയം കൊണ്ടാണ് ഇവര് പുറത്തു പറയരുത്. അയൽവാസികൾ ആരോ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇത്തരത്തിൽ രേഖാമൂലം CWCക്ക് ലഭിച്ചതെന്നുള്ള വിവരം കൂടി ആണ് നമുക്ക് ഈ CWC അറിയുന്ന വിവരം. എന്തായാലും കൂടുതൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതി രാജേഷ് വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലാണ് അതിക്രൂരമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ലഹരിക്കടിമയായ പിതാവ് സ്വന്തം മകനെ 13 വയസ്സുള്ള മകനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണിത്. നമുക്കറിയാം വെഞ്ഞാറമൂട് ഒരു ലഹരിക്കടിമയായ യുവാവ് സ്വന്തം അനുജനെയും മുത്തശ്ശിയെയും അടക്കം 5 പേരെ കൂട്ടക്കുരുതി നടത്തിയതിൻ്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അതിനും ഭയാനകമായിട്ടുള്ളൊരു കാഴ്ചകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ലഹരിക്കടിമയായ ഒരു പിതാവ് 13 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നു. പതിവായതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും CWC വിഷയം ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാർ തർക്കം ഒത്തുതീർപ്പിലേക്ക്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവ് തുടരുന്നു. ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാർ തർക്കം ഒത്തുതീർപ്പിലേക്ക്. സുരേഷ് കുമാറിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാമെന്ന് ആന്റണി പെരുമ്പാവൂർ ഫിലിം ചേംബർ ഭാരവാഹികൾക്ക് ഉറപ്പ് നൽകിയെന്നാണ് പുറത്തുവരുന്ന വിവരം. എമ്പുരാൻ സിനിമയോട് പ്രതികാരത്തിനില്ല എന്ന നിലപാടിലാണ് ഫിലിം ചേംബറും. ഒരാഴ്ചക്കകം എല്ലാം പരിഹരിക്കുമെന്ന് ഫിയോക്കും വ്യക്തമാക്കിയിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി. ആജ്ഞ, നേരത്തെ എമ്പുരാൻ സിനിമയുടെ റിലീസിന്റെ അന്ന് സിനിമാ തിയേറ്ററുകൾ അടച്ചിട്ട് സമരം ചെയ്യുമെന്ന രീതിയിൽ ഒരു ഭീഷണി പോലും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാരും തമ്മിലുള്ള തർക്കം സിനിമാ മേഖലയിലേക്ക് വലിയ പ്രതിസന്ധിയിലേക്ക് വരെയും പോകുന്ന സാഹചര്യം പോലും ഉണ്ടായതാണ്. ഏറ്റവും ഒടുവിൽ ഇതെങ്ങനെയാണ് ഇതൊരു ഒത്തുതീർപ്പിലേക്ക് വന്നത്? ഫിലിം ചേംബർ പ്രസിഡന്റും ആന്റണി പെരുമ്പാവൂരും തമ്മിൽ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇതൊരു ഒത്തുതീർപ്പ് ഫോർമിലേക്ക് എത്തിയിരിക്കുന്നത്? ആജ്ഞ. ആന്റണി പെരുമ്പാവൂരിനോട് ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബ് സംസാരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കമന്റുകളാണ് സുരേഷ് കുമാർ മുന്നോട്ട് വെച്ച കമന്റാണ് ഇത്തരത്തിലുള്ള വലിയൊരു തർക്കത്തിനിടയാക്കിയത് എന്നൊരു സാഹചര്യവും മാത്രമല്ല, തുടർന്ന് സുരേഷ് കുമാറിനെതിരെ ആന്റണി പെരുമ്പാവൂർ ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. അതാണ് വലിയ തർക്കത്തിലേക്കും ഇരുചേരിതിരുന്ന അതികായന്മാർ, സിനിമാ മേഖലയിലെ അതികായന്മാർ തന്നെ ഇരുചേരിയിലും തിരിഞ്ഞ് പോരടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തിച്ചത്. ഇതിന് ഒത്തുതീർപ്പാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ്. സമരം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലല്ല ഒത്തുതീർപ്പാക്കിയിരിക്കുന്നത്. ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാർ തർക്കമാണ് ഒത്തുതീർപ്പാക്കിയിരിക്കുന്നത്. അത് ഈ BR ജേക്കബ്, അതായത് ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബ് ആന്റണി പെരുമ്പാവൂരുമായി സംസാരിച്ചിരുന്നു. ആന്റണി പെരുമ്പാവൂർ ദുബായിലാണുള്ളത്. അവിടെ വെച്ച് ആൻഡ്രോ ജോസഫും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച ആൻഡ്രോ ജോസഫും സംസാരിച്ചിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ, കാരണം ഈ ഒരു തർക്കം സമരത്തിന്റെ ഒരു പ്രാധാന്യത്തെ അല്ലെങ്കിൽ ഫിലിം ചേംബർ മുന്നോട്ട് വയ്ക്കുന്ന ഈ ആവശ്യങ്ങളെ തള്ളിക്കളയുന്ന തരത്തിലേക്ക്, അതിനെ ഡൈലൂട്ട് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് മാറുന്നു എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് എത്രയും വേഗം പരിഹാരമുണ്ടാക്കാൻ, തർക്കത്തിന് പരിഹാരമുണ്ടാക്കാൻ നീക്കം ആരംഭിച്ചത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നായാലും ഫിലിം ചേംബറിന്റെ ഭാഗത്തു നിന്നായാലും അതിനുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. പലതവണ തർക്കത്തിനുള്ള, അതായത്
തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നതുമാണ്. പക്ഷെ ഫലം കണ്ടിരുന്നില്ല. നേരത്തെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ തർക്കം പരിഹരിക്കാനുള്ള ഒരു നീക്കമുണ്ടാകുമെന്ന് വ്യക്തിപരമായും അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ട്രഷറർ എന്നുള്ള നിലയിലും ലിസ്റ്റിൻ സ്റ്റീഫൻ അങ്ങനെ വ്യക്തമാക്കിയിരുന്നതാണ്. എന്നിരുന്നാൽ പോലും അതൊക്കെ പിന്നീട് കൂടുതൽ കടുക്കുന്ന ഒരവസ്ഥയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണം, ഇതില്ലെങ്കിൽ 7 ദിവസത്തിനകം പിൻവലിച്ചില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് ഫിലിം ചേംബർ കഴിഞ്ഞ ദിവസം കാരണം കാണിക്കൽ നോട്ടീസ് ആന്റണി പെരുമ്പാവൂർ നൽകിയതാണ്. ഒടുവിൽ സംഘടനകൾക്ക് വഴങ്ങേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ എത്തി നിൽക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഫിലിം ചേംബറിനോട് ഉറപ്പ് നൽകിയിട്ടുണ്ട് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാം. വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഭീഷണിയൊക്കെ ഇതിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ ഈ ആശീർവാദ് ഫിലിംസിന്റെ ഓഫീസിൽ ഇൻകം ടാക്സിന്റെ ഒരു റെയ്ഡ് നടന്നു എന്ന രീതിയിലുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നല്ലോ. ഇതൊക്കെ ഈ സിനിമാ തർക്കവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ റെയ്ഡ്. മാത്രമല്ല പിന്നീട് എമ്പുരാൻ സിനിമയുടെ റിലീസിന്റെ അന്ന് തിയേറ്ററുകൾ അടച്ചിട്ട് സമരം ചെയ്യുമെന്ന രീതിയിലുള്ള ചില നീക്കങ്ങളുമുണ്ടായി. ഒടുവിൽ ആന്റണി പെരുമ്പാവൂരിന് ഈ സമ്മർദ്ദത്തിനൊക്കെ വഴങ്ങേണ്ടി വന്നതാണോ? ടോം, അത്തരത്തിൽ അനുമാനിക്കാം, വേണമെങ്കിൽ അത്തരത്തിൽ നമുക്ക് റീഡ് ചെയ്യാവുന്നതാണ്. കാരണം ഈ TDS ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ FB പോസ്റ്റ് പിൻവലിച്ചു എന്ന് പറയുന്നു. അതായത് പൂർണ്ണമായും അങ്ങനെയെങ്കിൽ ഈ പ്രശ്നം അവസാനിച്ചു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ടോം, കാരണം അല്പം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട BR ജേക്കബ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം ഇങ്ങനെ തന്നെ പറയേണ്ടത് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാമെന്ന ഉറപ്പ് ആന്റണി പെരുമ്പാവൂർ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലായി അങ്ങേയറ്റം സമ്മർദ്ദത്തിലൂടെ ഒരു പക്ഷേ കടന്നുപോയിരിക്കാം. ആശീർവാദ് ഫിലിംസിന്റെ ഓഫീസിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ മുതൽ ഇൻകം ടാക്സിന്റെ പരിശോധനയുണ്ട്. TDSുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന എന്ന ഇൻകം ടാക്സ് വകുപ്പ് വിശദീകരിക്കുന്നുണ്ടെങ്കിൽ പോലും രാവിലെ 10 മണിക്ക് തുടങ്ങിയ പരിശോധന വൈകുന്നേരം ആയിട്ടും രാത്രി ഏറെ വൈകിട്ടും അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം അതൊരു റുട്ടീൻ പരിശോധന മാത്രമാണ്. എന്നിരുന്നാൽ പോലും അത് എല്ലാ ഓഫീസുകളിലും കോർപ്പറേറ്റ് ഓഫീസുകളിലായാലും അതല്ലെങ്കിൽ തൊഴിൽദാതാക്കൾക്കുള്ള എല്ലാ ഓഫീസുകളിലും നടന്നു വരുന്ന ഒരു പരിശോധനയാണ്. പക്ഷേ അതിന് ഏറി വന്നാൽ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറിനപ്പുറത്തേക്ക് പരിശോധനകൾ നീളാറില്ല. അതൊരു റുട്ടീൻ പരിശോധനയുടെ ഭാഗമായി മാത്രമാണ്. പക്ഷേ ഇന്നലെ നടന്നത് അത്തരത്തിലാണോ എന്നുള്ള കാര്യം വീണ്ടും ആലോചിക്കേണ്ടി വരും. കാരണം രാവിലെ 10 മണിക്ക് തുടങ്ങിയ പരിശോധനയാണ്. അത് ഈ പറയുന്നത് പോലെ രാത്രി വരെ നീണ്ടു, ഏറെ വൈകിയും ആ പരിശോധന നീണ്ടു എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ ആശീർവാദ് ഫിലിംസിനെയും ആന്റണി പെരുമ്പാവൂരിനെയും എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല സുരേഷ് കുമാറുമായി തർക്കത്തിലായിരുന്ന സമയത്ത് ആന്റണി പെരുമ്പാവൂരിന് നിരുപാധിക പിന്തുണയുമായി മോഹൻലാൽ രംഗത്ത് വന്നിരുന്നു. മോഹൻലാൽ അത്തരത്തിൽ ആന്റണി പെരുമ്പാവൂരിന് പിന്തുണ അർപ്പിച്ച് പരസ്യമായി പോസ്റ്റ് ഇട്ടതിന് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് ഇമോഷണലി സുരേഷ് കുമാർ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതേ തുടർന്ന് മോഹൻലാൽ ഒത്തുതീർപ്പിന് വിളിച്ചിരുന്നു, സംസാരിക്കാൻ വിളിച്ചിരുന്നു. മോഹൻലാലുമായി തനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത്തരത്തിൽ ഇപ്പോൾ സംസാരിച്ചാൽ അതൊരു പക്ഷേ അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയുള്ളൂ. അതുകൊണ്ട് താൻ ഇപ്പോൾ പ്രതികരിക്കില്ല എന്ന് തന്നെയായിരുന്നു. ഇവരുടെ ആരുടെയും ഫോൺ താൻ അറ്റൻഡ് ചെയ്യില്ല എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസവും ഈ മീറ്റിംഗ് ഫിലിം ചേംബറിന്റെ മീറ്റിംഗ് വിളിച്ചപ്പോൾ യോഗത്തിന് ശേഷം നാം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും സുരേഷ് കുമാർ പറഞ്ഞത് അങ്ങനെയാണ്. മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള മുൻനിര താരങ്ങളൊക്കെ തന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും താൻ മറുപടി പറയാൻ പോകുന്നില്ല. കാരണം ഇത് ഒന്ന് തണുക്കട്ടെ, ഇതൊന്ന് ശമിക്കട്ടെ, അതിനുശേഷം ഞാൻ അവരോട് സംസാരിച്ചോളാം, ഇവരോട് ആരോടും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുമ്പോഴും ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ച് താരനിര തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് സിനിമയിലെ അതികായന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും ഈ തർക്കം വഴിവെച്ചു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ തർക്കത്തിന് തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. താരങ്ങളുടെ ഈ റെമ്യൂണറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തർക്കത്തിലിരിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട താരങ്ങളുമായി ഇത്തരത്തിലൊരു ക്ലാഷിലേക്ക് മാറുന്നത് ഒരുപക്ഷെ അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ അതല്ലെങ്കിൽ ഫിലിം ചേംബറിനെയൊക്കെ സാരമായി ബാധിച്ചേക്കാം എന്ന് ഉള്ള ഒരു സാഹചര്യം അത് സിനിമാ മേഖലയ്ക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഒരു പ്രവണതയാണത്. അതിനിടെ ഈ സർക്കാരുമായി ചർച്ചയ്ക്ക് ശ്രമം നടത്തുന്നുണ്ടല്ലോ. എല്ലാവരും ഒരുമിച്ച് സർക്കാരിനെ, അതായത് സിനിമാ മന്ത്രിയായിരിക്കും ഒരുപക്ഷെ സമീപിക്കും എന്നാണ്
ഫിയോക്കിൻ്റെയും ഫിലിം ചേംബറിൻ്റെയൊക്കെ പ്രതിനിധികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് സിനിമാ പ്രതിഫലവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയായിരിക്കുമോ, അതോ ഈ തുടർച്ചയായി സിനിമാ മേഖലയിൽ ഇപ്പോൾ ഉരുത്തിരിയുന്ന ഇതുപോലുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ആയിരിക്കുമോ ചർച്ച നടത്തുക? ടോം, ആന്റണി പെരുമ്പാവൂർ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതോടെ ആ തർക്കത്തിന് ഏതാണ്ട് വിരാമമായി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അതുതന്നെയായിരുന്നു ഫിലിം ചേംബർ മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യം. അതാണ് ഒരാഴ്ചക്കകം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ തുടർ നടപടികളുമായി, അതായത് ആന്റണി പെരുമ്പാവൂരിനെ സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഫിലിം ചേംബർ അറിയിച്ചിരുന്നതാണ്. അതിനെ തീർപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ സമരം ജൂൺ 1 മുതൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സിനിമ പണിമുടക്കിലേക്ക് തന്നെ പോകുമെന്ന് തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് ഫിലിം ചേംബർ അറിയിക്കുന്നത്. അങ്ങനെയാണ് നിർമ്മാതാക്കൾ ഉൾപ്പെടെ സിനിമാ മേഖല സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് പണിമുടക്കിലേക്ക് പോകും. അതിൽ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമെന്ന് പറയുന്നത് താരങ്ങളുടെ ഉയർന്ന പ്രതിഫലം കുറയ്ക്കുക എന്ന് തന്നെയാണ്. ഈ താരങ്ങളുടെ പ്രതിഫലം ഉയർത്തുന്നതനുസരിച്ച് സിനിമാ നിർമ്മാണത്തിന് വലിയ ബാധ്യതയാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും ഇത്തരത്തിൽ ഫ്ലോപ്പായി പോകുന്ന സിനിമകളുടെ കളക്ഷൻ നോക്കുമ്പോൾ തന്നെ ചെലവിന്റെ പകുതി പോലും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പ്രൊഡ്യൂസേഴ്സ് കണക്ക് വയ്ക്കുന്നു. ഇത്തരത്തിൽ ഫെബ്രുവരിയിലെ കണക്ക് അല്ലെങ്കിൽ ജനുവരിയിലെ കണക്ക് പുറത്തുവിട്ടതാണ് ഇത്തരത്തിൽ ആളുകളെ, ഈ താരങ്ങളെ ചൊടിപ്പിച്ചത് എന്നുള്ള ഒരു ഇതുകൂടി എന്നുള്ള ഒരു നിർദ്ദേശം കൂടി, എന്നുള്ള ഒരു അഭിപ്രായം കൂടി ജി സുരേഷ് കുമാർ വെക്കുകയുണ്ടായി. ഇനി വരുന്ന മാസങ്ങളിലും ഇതുണ്ടാകും. കളക്ഷൻ എത്രയാണ്, അതല്ലെങ്കിൽ ഓരോ താരവും നേടിയ അതിനുവേണ്ടി വാങ്ങിയിട്ടുള്ള പ്രതിഫലം എത്രയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കും. അത് ചെറിയ താരങ്ങൾ പോലും 1-2 സിനിമകൾ ഹിറ്റാക്കുമ്പോൾ വലിയ പ്രതിഫലത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് സിനിമാ മേഖലയിൽ ഉണ്ടാക്കുന്നത്. ഇത് സിനിമാ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം ഈ പറയുന്നത് പോലെ നേരത്തെ നമ്മൾ തന്നെ ലിസി സ്റ്റീഫൻ വാർത്താസമ്മേളനം വിളിച്ചപ്പോൾ ചോദിച്ചതാണ്, ഏത് സാഹചര്യത്തിലാണ് സിനിമ നിർമ്മാണത്തിന്റെ അല്ലെങ്കിൽ സിനിമ വിജയിക്കുമ്പോൾ 100 കോടിയിലധികം കളക്ഷൻ നേടുമ്പോൾ അത് നിർമ്മാതാവിന്റെ ക്രെഡിറ്റിലേക്ക് പോവുകയും അതിന്റെ മുഴുവൻ, അതായത് സിനിമ താരത്തിന് കൊടുത്ത റെമ്യൂണറേഷൻ പിന്നീട് ഈ സിനിമയുടെ വിജയത്തിന് ആനുപാതികമായിട്ടുള്ള ഒരു പ്രതിഫലം നൽകാതിരിക്കുകയും, അതേസമയം സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ അത് വ്യക്തമാണ്. ഇപ്പോൾ ഫിലിം ചേംബർ പ്രസിഡന്റിന്റെ പ്രതികരണം പുറത്തു വന്നുണ്ട്. അതിലേക്ക് എന്താ പറയാ, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ വന്നൊരു വിഷയം, അത് ഞങ്ങളുടെ ഇൻഡസ്ട്രി, ഞങ്ങളുടെ ചേംബറിന്റെ മെമ്പർമാർ തമ്മിലുള്ള ഒരു വിഷയമാണ്. അതിന് ഞങ്ങൾ അവിടെ നോട്ടീസ്, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടീസ് അയക്കുക, അതിനും മറുപടി തരും. അതിന് പിൻവലിക്കാൻ പറഞ്ഞ് പിൻവലിക്കുക, അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കും. അല്ലാണ്ട് സിനിമ സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ സമരമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് സിനിമാ വ്യവസായം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, അതിനുവേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാവണം. അതിനുവേണ്ടി സർക്കാരിന്റെ പിന്തുണയും മറ്റ് സിനിമാ ഇൻഡസ്ട്രിയിലുള്ള മറ്റു സംഘടനകളുടെയും ഒക്കെ പിന്തുണയോട് കൂടിയിട്ട് നമ്മൾ സർക്കാരിനെ സമീപിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രസ്ഥാനം പോകണം. സിനിമാ വ്യവസായം ഇപ്പൊ അറിയാലോ, ഇപ്പോ കോവിഡിന് ശേഷം വളരെ ദയനീയ സ്ഥിതിയിലാണ് സിനിമാ വ്യവസായം പോകുന്നത്. ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബാണ് പ്രതികരിച്ചത്. അതായത് ഈ ഒരു പ്രശ്നം, ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും തമ്മിലുള്ള പ്രശ്നം ഒത്തുതീർപ്പാക്കിയിരിക്കുന്നു. അതായത് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണം എന്ന് നേരത്തെ തന്നെ ഫിലിം ചേംബർ മുന്നറിയിപ്പ് നൽകിയതാണ്. അത് ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിലാണ് പിന്നീട് പരസ്യമായ പോരിലേക്ക് വരെയും നീങ്ങിയത്. ഏറ്റവും ഒടുവിൽ ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരിക്കുകയാണ്. കോഴിക്കോട് വെള്ളിമാട് കുന്നിൽ നിയമവിദ്യാർത്ഥിനി ഫാത്തിമ മൗസ ജീവനൊടുക്കിയ സംഭവത്തിൽ പല ദുരൂഹതകളുമുണ്ട്. ഫാത്തിമയുടെ മൊബൈൽ ഫോൺ കാണാനില്ലാത്ത സംശയം ഉയർത്തുന്നു. മൗസിയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. മകളെ ട്രാപ്പിൽപ്പെടുത്തിയതാണെന്നും പിന്നിൽ ആരാണെന്ന് പുറത്തു കൊണ്ടുവരണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 15-നാണ് മൗസ അവസാനം വീട്ടിലെത്തിയത്. 17-ന് മടങ്ങി. വീട്ടിൽ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ലെന്നും പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ 15-ാം തീയതി വന്ന് 17-ാം തീയതി വളരെ ഹാപ്പി ആയിട്ട് യാതൊരു പ്രശ്നങ്ങളില്ലാണ്ട് വളരെ ഹാപ്പി ആയിട്ട് പോയ കുട്ടിയാണ്. ഇവിടെ വീട്ടിൽ യാതൊരു വിഷമങ്ങളോ ഒരു പ്രയാസങ്ങളോ ഒരു കാര്യത്തിലും ഈ കുട്ടിക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അവിടെ തന്നെ കഴിഞ്ഞ മാസം പഠിച്ച് ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് വരെ പാസ്സായ കുട്ടിയാണ്. അടുത്ത മാർച്ചിൽ ഇന്റേൺഷിപ്പിൽ എറണാകുളം ഹൈക്കോടതി ഇന്റേൺഷിപ്പിന് പോകണമെന്ന് പറഞ്ഞ കുട്ടിയാണ്. പിന്നെ എന്താണ് സംഭവിച്ചെന്നുള്ളത് പോലീസ് കണ്ടെത്തി. ഞങ്ങൾക്കൊന്നും പറയാനില്ല. ശക്തമായ ഇടപെടലുണ്ടായിരിക്കണം. വേറെ സാമ്പത്തികമായിട്ടോ കുട്ടിക്ക് യാതൊരു പ്രശ്നങ്ങളോ ഒരു വിഷമങ്ങളോ ഇല്ല. ഒരു പ്രശ്നങ്ങളില്ലാത്തൊരു കുട്ടിയാണ്. പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള മോട്ടീവ് എന്താണെന്ന് പോലീസ് എന്തായാലും കണ്ടെത്തി ഞങ്ങളുടെ മനസ്സിന് സമാധാനം തരണം. ഫാത്തിമ മൗസയുടെ കാണാതായ മൊബൈൽ ഫോൺ ആൺസുഹൃത്തിന്റെ പക്കലെന്നാണ് വിവരം. കോവൂർ സ്വദേശിയായ ഇയാൾക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്.
കോളേജിന് സമീപമുള്ള ഇലക്ട്രിക്കൽ ഷോപ്പിൽ നവംബർ വരെയും ഫാത്തിമ ജോലി ചെയ്തിരുന്നു. എന്നാൽ യുവാവുമായി സൗഹൃദം ആരംഭിച്ചതോടെ ജോലി അവസാനിപ്പിച്ച ഫാത്തിമ മൂസ പിന്നീട് മറ്റ് സൗഹൃദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി. മരണത്തിന് പിന്നിൽ വലിയ സമ്മർദ്ദങ്ങളുണ്ടെന്ന് കരുതുന്നതായി ഷോപ്പ് ഉടമയും പ്രതികരിച്ചു. പെരുമാറ്റമൊക്കെ നല്ല ആക്റ്റീവായിരുന്നു, ഫുൾ ആക്റ്റീവായി നല്ല രീതിയിൽ ഫോക്കസ് കൊടുത്ത് വർക്ക് ചെയ്യുന്നു, നല്ല സിൻസിയർ ആയിരുന്നു. നമുക്ക് പൈസയൊക്കെ നമുക്ക് ഏൽപ്പിച്ചു പോകാൻ പറ്റിയ ഒരാളായിരുന്നു മൂസ. അച്ഛനും പറയുന്നു ജോലി നിർത്തേണ്ടതായിട്ട് തിരക്ക് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ മെല്ലെ പറഞ്ഞു ഞാൻ അടുത്ത ദിവസം വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇതാക്കിയത്. ഒരു കുറച്ച് 10 ദിവസം ഗ്യാപ്പ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിർത്താൻ വേണ്ടി. പിന്നെ ഞാൻ വിളിച്ചു നോക്കുമ്പോൾ അവൾ എപ്പോഴും ബിസിയാണ്. ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ വയനാട്ടിലാന്ന് പറഞ്ഞു. ഞാൻ എന്നാൽ പിറ്റേന്ന് വരാൻ പറഞ്ഞപ്പോഴും അന്ന് ഞാൻ വയനാട്ടിൽ പിറ്റേന്ന് വരാൻ പറഞ്ഞപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ ചിലപ്പോഴേ വരലുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. പിറ്റേന്ന് ഒരു ദിവസം വൈകുന്നേരം അനിയന് ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, പിറ്റേന്നല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അനിയൻ ട്യൂഷൻ എടുക്കാൻ വേണ്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ട്യൂഷൻ എടുക്കാൻ കഴിഞ്ഞ് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, എനിക്ക് ഇതിൻ്റേതായ ഓരോ കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് പറഞ്ഞു. നല്ല ആക്റ്റീവായിട്ടുള്ള നല്ലൊരു ആളായിരുന്നു. പിന്നെ ഹോസ്റ്റലിൽ ഇങ്ങോട്ട് മാറി. അത് ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചപ്പോൾ നിങ്ങളോടൊക്കെ നല്ല സൗഹൃദമായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഇതൊക്കെ മുറിച്ചു. പെട്ടെന്ന് ഈ സൗഹൃദം. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനീഷ്, ഈ പിതാവും അതോടൊപ്പം ഈ ഷോപ്പ് ഉടമയൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ അങ്ങനെ മറ്റ് വ്യക്തിപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫാത്തിമ മൗസയെ അലട്ടിയിരുന്നില്ല. മറ്റൊരു ഒരു കാമുകനുമായി, ഒരു ആൺസുഹൃത്തുമായിട്ടുള്ള ബന്ധം അതായിരിക്കുമോ പ്രശ്നത്തിന് കാരണമായത്? കാരണം ഇതിൽ പല ദുരൂഹതകളുള്ളത്. ഫാത്തിമ മൗസയുടെ മരണത്തെ തുടർന്ന് ഈ മൊബൈൽ ഫോൺ കാണാനില്ലെന്ന് പറയുന്നുണ്ട്. ഈ ആൺസുഹൃത്തിന് ഭാര്യയും മക്കളും ഉള്ളതാണ്. അതായിരിക്കും ഒരുപക്ഷെ ഈ ജീവനൊടുക്കാൻ ഫാത്തിമയെ പ്രേരിപ്പിച്ചത്. ടോമോ സാമ്പത്തികമായി അങ്ങേയറ്റം മെച്ചപ്പെട്ട സ്ഥിതിയിലുള്ള ഒരു കുടുംബമാണ്. സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടും ഈ കുട്ടി അറിഞ്ഞിരുന്നില്ല. പ്രത്യേകിച്ചും 9ാം ക്ലാസ് വരെ ഖത്തറിലാണ് പഠനം നടത്തിയത്. അതിനുശേഷമാണ് കേരളത്തിലേക്ക് എത്തുകയും തൃശ്ശൂരിൽ പഠിക്കുകയും പിന്നീട് കോഴിക്കോട് ലോ കോളേജിലേക്ക് വരികയും ഒക്കെ ചെയ്ത് 2 സഹോദരങ്ങളുള്ളത്, 2 പേരും വിദേശത്ത് ജോലി ചെയ്യുന്നു. അച്ഛനും ഏറെ വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്ത് വരികയാണ്. അതുകൊണ്ട് സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു വലിയ സാമ്പത്തികമുള്ള കുടുംബത്തെ ആണെങ്കിൽ പോലും ലോ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ആ ലോ കോളേജിന് എതിർവശത്തുള്ള ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിൽ ബില്ലിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്ത് സ്വന്തം ആവശ്യങ്ങൾക്കുള്ള പണം സ്വന്തമായി തന്നെ കണ്ടെത്തുന്ന രീതിയിലേക്ക് വളർന്ന അത്രയധികം പക്വതയുള്ള ഒരു കുട്ടിയായിരുന്നു. ഒപ്പം അവിടുത്തെ പെരുമാറ്റമൊക്കെ നേരത്തെ ആ ഷോപ്പ് ഉടമ പറഞ്ഞതൊക്കെ നോക്കിയാൽ പണപ്പെട്ടിയൊക്കെ കൃത്യമായി ഏൽപ്പിച്ചിട്ട് പോകാൻ കഴിയുന്ന അത്രമാത്രം വിശ്വാസ്യതയോടുകൂടി ജോലി ചെയ്യുന്ന, എല്ലാവരുമായും നല്ല മികച്ച രീതിയിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു യുവതിയായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ മാറിയത്. ജൂൺ മുതൽ ആ ഷോപ്പിൽ ജോലിക്ക് പ്രവേശിച്ചെങ്കിൽ നവംബർ മാസത്തോടുകൂടി കുറച്ച് ദിവസം ഒരു ഇടവേളയ്ക്ക് വേണ്ടി അവിടെ നിന്നും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഷോപ്പ് ഉടമ തിരിച്ച് വിളിച്ചെങ്കിൽ പോലും അവിടേക്ക് വരാത്തൊരു സാഹചര്യം. ഈ ഷോപ്പ് ഉടമയും അദ്ദേഹത്തിൻ്റെ അനിയനും ഒപ്പം സമീപത്തുള്ള സഹപാഠികളൊക്കെ നല്ല അടുത്ത ബന്ധം പുലർത്തിയിരുന്ന കുട്ടി നവംബർ മുതൽ ഏതാണ്ട് ആളുകളിൽ നിന്നും പൂർണ്ണമായി അകന്നു മാറുന്ന ഒരു സാഹചര്യം. ആരും വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല, ആരോടും പ്രതികരിക്കാറില്ല. ഒപ്പം താമസ സ്ഥലം ഒരിടത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് പെൺകുട്ടികൾ മാത്രം കഴിയുന്ന ഒരു പേയിങ് ഗസ്റ്റ് പോലെയുള്ള സംവിധാനത്തിലേക്ക് മാറുന്നു. നേരത്തെ താമസിച്ചിരുന്ന ഹോസ്റ്റലായിരുന്നു. ഹോസ്റ്റലിൽ നിന്നും രാത്രിക്കൊക്കെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി സ്വതന്ത്രമായി ഒന്നിച്ച് പെൺകുട്ടികൾ താമസിക്കുന്ന ഒരു ഇടത്തേക്ക് മാറുന്നു. അവിടെ എത്തിയാലും ഈ കൂടെ താമസിക്കുന്നവരുമായി അധിക നേരം ഇടപഴകുകയൊന്നുമില്ല. ഈ നവംബറിനൊക്കെ മുമ്പാണ്, ഒരു 3-4 മാസം മുമ്പാണ് അവിടെ ചെന്നാലും ചെല്ലുമ്പോൾ തന്നെ മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുന്നു, ഫോൺ സംഭാഷണങ്ങളിൽ മാത്രം മുഴുകുന്നു. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട തുരുത്തിലേക്ക് ഈ കുട്ടി കഴിഞ്ഞ കുറേ മാസങ്ങളായി മാറിയിരുന്നു എന്നതാണ് നമുക്ക് പോലീസിനുമൊക്കെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. അതെന്തായാലും ഈ കോവൂർ സ്വദേശിയായ യുവാവിൻ്റെ സാന്നിധ്യമാണ് ഈ കുട്ടിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയതെന്ന് നമുക്ക് പ്രകടമാണ്. ഒരുപക്ഷെ മറ്റുള്ള ആളുകളുമായി ഇടപഴകുന്നതിലും ഫോൺ വിളിക്കുന്നതിനുമൊക്കെ കൃത്യമായൊരു വിലക്ക് ഇയാളുടെ ഭാഗത്തു നിന്നും ഏർപ്പെടുത്താനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇയാളുടെ ഒപ്പം യാത്രകളും മറ്റും തീർച്ചയായും ചൂണ്ടിക്കാണിക്കുന്നു. ആ ഫോൺ കണ്ടെത്തണം. ഈ എന്താണ് ഫാത്തിമ മൂസയ്ക്ക് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ ആ ഫോൺ ഏറെ നിർണായകമാണ്. ഈ യുവാവിനെ, ആൺസുഹൃത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? പോലീസിന്റെ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? അനീഷ്,
മരിച്ച ദിവസം തന്നെ ഈ യുവാവുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ ഈ സഹപാഠികളിൽ നിന്നും ഈ കൂടെ താമസിക്കുന്നവരിൽ നിന്നും പോലീസിന് ലഭിച്ചിരുന്നു. ഇതനുസരിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇയാളുമായി അടുപ്പത്തിലാണെങ്കിൽ പോലും ഇയാൾക്ക് ഭാര്യയും കുട്ടികളുമുണ്ട് എന്ന കാര്യം കഴിഞ്ഞ ദിവസം മാത്രമാണ് മൗസ അറിയുന്നത്. ഇതേ തുടർന്ന് ഇരുവരും തമ്മിൽ ചില കശവിശകൾ ഉണ്ടാവുകയും മരിക്കുന്നതിന് തൊട്ട് തലേ ദിവസം ഈ റൂമിലെത്തിയ ശേഷം വഴക്കുണ്ടാക്കി ഇയാൾ മൗസയുടെ ഫോണുമായി പോവുകയായിരുന്നു. ഇതിനുശേഷം വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞത് ഈ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ കിട്ടില്ല എന്നൊരു ആശങ്ക കുടുംബത്തിന് വരാതിരിക്കാനായി മൗസ അച്ഛനോട് പറഞ്ഞത് എൻ്റെ ഫോൺ തകരാറാണ്, മൊബൈൽ ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് കൂട്ടുകാരുടെ നമ്പറിൽ വിളിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി കൂട്ടുകാരുടെ നമ്പർ കൊടുക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷവും പിന്നീട് ഫോൺ തിരികെ ലഭിക്കാഞ്ഞ ഒരു സാഹചര്യമുണ്ടായി. അത്തരം ഒരു സാഹചര്യമാണ് ഈ മരണത്തിലേക്ക് പ്രേരിപ്പിച്ചതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിനൊപ്പം ഈ ആൺസുഹൃത്ത് മൗസയുടെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വീട്ടിൽ വിളിച്ച് അമ്മയോട് ഏതാണ്ട് 22 മിനിറ്റോളം സംസാരിച്ചു. മൗസയുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ട്, തനിക്ക് ഭാര്യയും കുട്ടികളുമുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ മൗസയോട് പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഈ അമ്മയുമായുള്ള ഫോൺ സംഭാഷണം പൂർണ്ണമായും റെക്കോർഡ് ചെയ്യുകയും അത് മൗസയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൻ്റെ സ്ക്രീൻഷോട്ടുകൾ കൂട്ടുകാരികൾക്കും അയച്ചു കൊടുത്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള അമ്മയോടും അച്ഛനോടും ഒക്കെ ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ കഴിഞ്ഞിരുന്ന കുട്ടിയാണ്. ഇത്തരം ഒരാളുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന വിവരം ഈ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ അച്ഛനോടൊന്നും നേരത്തെ ഈ കുട്ടി പറഞ്ഞിരുന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തന്നോട് അടുപ്പമുണ്ട് എന്നും വിവാഹിതനാണെന്നും ഒക്കെയുള്ള കാര്യം ഈ മൗസയുടെ അമ്മയോട് പറഞ്ഞപ്പോൾ ആ കുടുംബത്തിന് വലിയ ആഘാതമായി മാറി എന്ന് മൗസ കരുതിയിട്ടുണ്ട്. അത്തരമൊരു ഈ കുടുംബം തൻ്റെ ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നല്ലോ എന്ന ഒരു അറിവും അവരെ അങ്ങേയറ്റം ഞെട്ടിച്ചു. ഒപ്പം ഈ യുവാവ് അമ്മയുമായി സംസാരിക്കുന്ന ഓഡിയോ റെക്കോർഡിംഗ് പൂർണ്ണമായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തു. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ വലിയ ആഘാതം മൗസയ്ക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു മരണം തിരഞ്ഞെടുക്കാൻ ആ കുട്ടി തയ്യാറായത്. ഒപ്പം ഈ ഓഡിയോ റെക്കോർഡിംഗ് അടക്കം അയച്ചു കൊടുത്ത സാഹചര്യത്തിലാണ് ആ കുട്ടിയിൽ നിന്നും ബലം പ്രയോഗിച്ച് ആ മൊബൈൽ ഫോൺ കൈവശപ്പെടുത്തി ഇയാൾ കടന്നു കളയുകയും ചെയ്തത്. എന്തായാലും ഈ മൗസയുടെ മൊബൈൽ ഫോണും ഈ യുവാവിൻ്റെ മൊബൈൽ ഫോണും ഇപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആയ അവസ്ഥയിലാണ്. ഇയാൾക്ക് വേണ്ടി പോലീസ് കഴിഞ്ഞ 2 ദിവസമായി തെരച്ചിൽ നടത്തുമെങ്കിലും ഇയാൾ ഒളിവിലാണ് എന്ന വിശദീകരണമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. ഇയാളെ കസ്റ്റഡിയിലെടുത്താൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച കൃത്യമായ ഒരു വ്യക്തത പുറത്തു വരാൻ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കം ചുമത്തുന്ന കാര്യത്തെക്കുറിച്ചും പോലീസ് ആലോചിക്കുന്നുണ്ട്. നിലവിൽ സഹപാഠികളുടെയും ബന്ധുക്കളെയും ഒക്കെ മൊഴി വിലയിരുത്തിയ ശേഷമാവും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. ടോം. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഫാത്തിമ മൗസിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം. മതം പ്രണയത്തിനും വിവാഹത്തിനും വിലങ്ങുതടിയായപ്പോൾ കേരളത്തിൽ അഭയം തേടി ജാർഖണ്ഡ് സ്വദേശികൾ. ലവ് ജിഹാദ് എന്നാരോപിച്ച് കടുത്ത പ്രതിഷേധം ജാർഖണ്ഡിൽ നടക്കെ ചിത്തപ്പൂർ സ്വദേശികളായ മുഹമ്മദ് ഗാലിബും ആശാവർമ്മയും കേരളത്തിലെത്തി വിവാഹിതരായി. സുഹൃത്തുക്കളുടെ സഹായത്തോടെ കായംകുളത്തെത്തിയ ഇവർക്ക് പിന്നാലെ ജാർഖണ്ഡ് പോലീസും ബന്ധുക്കളും എത്തിയെങ്കിലും ഇരുവരും പോകാൻ തയ്യാറായില്ല. കേരള പോലീസിന്റെ സംരക്ഷണയിലാണ് ഇരുവരും ഇപ്പോൾ. 11 तारीख को हम शादी किए हैं एक दूसरे से. इसमें कोई किसी का प्रेशर नहीं, किसी का दबाव भी नहीं है और हम दोनों अपनी मर्जी और अपनी खुशी से ये शादी किए हैं. इसके लिए हमारे खिलाफ फॉल्स कुछ FIR भी हुआ है किडनैपिंग का. और 14 को पुलिस आया था रजरप्पा से यहाँ तक. यहाँ आके इसका स्टेटमेंट लेके गया, वीडियो कॉन्फ्रेंस सब करके गया था. उसके करने के बाद भी एक फॉल्स FIR हुआ है किडनैपिंग का. तो जिसके लिए उनको फिजिकल अपीयरेंस चाहिए. वैसे तो वीडियो कॉल से भी हम लोग उनको रिक्वेस्ट कर रहे हैं कि वीडियो कॉल्स के थ्रू हम कर देंगे, बट वो सुनने के लिए तैयार नहीं है. ऑलरेडी दिया भी हमने है, फिर भी वो वापस आए. इसमें किसी का भी कोई हाथ नहीं है और इन्होंने मुझे ज़बरदस्ती नहीं लाया था. मैं अपनी मर्जी से आई थी क्योंकि मैं इनको पसंद करती थी. കള്ള FIR ഇട്ടാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയെയും പയ്യനെയും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജാർഖണ്ഡിൽ നിന്ന് ആളുകൾ വന്നിട്ടുള്ളത്. അവർ ശരിക്കും ഒരു പോലീസുകാരാണെന്ന് പോലും നമുക്കറിയത്തില്ല. അവിടുത്തെ സിറ്റുവേഷൻ ഇത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പയ്യൻ്റെ വീട്ടുകാർക്കും എല്ലാം വധഭീഷണി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ പെൺകുട്ടിക്കാണേലും ഉണ്ട്. ഇവരവിടെ ചെല്ലുവാണെങ്കിൽ ഇവർ ജീവനോടിരിക്കും, ഇവർ സുരക്ഷിതരായിരിക്കുമെന്ന് പോലും അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തേക്കുന്നത് ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ശരണ്യ സ്നേഹിതൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങളുമായി. ശരണ്യ, ഈ മുഹമ്മദ് ഗാലിബിനെതിരെ ജാർഖണ്ഡിൽ കിഡ്നാപ്പിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. വലിയ പ്രതിഷേധമൊക്കെ അവിടെ അരങ്ങേറിയതാണ്. ഈ സംഭവവുമായി ഇരുവരും തമ്മിലുള്ള
പ്രണയവുമായി ബന്ധപ്പെട്ടൊക്കെ? കാരണം ഇത് ലവ് ജിഹാദാണെന്ന് പറഞ്ഞ് തെരുവിൽ വരെയും ജനങ്ങൾ ഇറങ്ങി പ്രതിഷേധിക്കുന്ന, അത് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ഒരു ചേരിപ്പോരിലേക്ക് വരെയും നീങ്ങുന്ന സാഹചര്യം പോലെ ഉണ്ടായി. എന്തുകൊണ്ടാണ് ഇവർ കേരളം, ഈ ഒരു അഭയകേന്ദ്രമായി കേരളം തിരഞ്ഞെടുത്തത്? രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടുപേരും ഇവിടെ സുരക്ഷിതരാണോ? ടോം, കേരളത്തിന്റെ ഒരു മതേതര സ്വഭാവം തന്നെയാണ് അത്തരത്തിൽ കേരളം തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം. മറ്റൊന്ന്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഉന്നയിക്കുന്ന ചോദ്യമാണ് ഇവരെങ്ങനെ ആലപ്പുഴ കായംകുളത്തേക്ക് എത്തി എന്നുള്ളതാണ്. അതായത് ഈ ഗാലിബ് 6 വർഷക്കാലമായി UAE-യിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ്. ഗാലിബിന്റെ സുഹൃത്ത്, കായംകുളം സ്വദേശിയായ സുഹൃത്താണ് ഇവരുടെ പ്രതിസന്ധി മനസ്സിലാക്കിയിട്ട് കായംകുളത്തേക്ക് എത്താനും കായംകുളത്തെ തന്റെ സുഹൃത്തുക്കളെ ബന്ധപ്പെട്ട് ഇവരുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സഹായിക്കാനും പറഞ്ഞത്. അങ്ങനെയാണ് അഡ്വക്കേറ്റ് ഗയ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവർക്ക് സഹായവുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. ഇവരെല്ലാവരും പരസ്പരം സുഹൃത്തുക്കളാണ്. അങ്ങനെയാണ് ഇവർ കായംകുളത്തേക്ക് എത്തുകയും ചെയ്തത്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യത്യസ്ത മതത്തിലുള്ള 2 പേർ എന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രണയത്തിന് അല്ലെങ്കിൽ സ്നേഹത്തിന്റെ മേൽ വലിയ വിഘാതം അല്ലെങ്കിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജാതീയമായ ഒരു പോരിലേക്ക് അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വലിയ ഭിന്നതയിലേക്ക് ജാർഖണ്ഡിൽ വലിയ സംഭവ വികാസങ്ങൾ അരങ്ങേറി എന്നുള്ളതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ 9-നാണ് ജാർഖണ്ഡ് സ്വദേശികളായ ആശാ വർമ്മയും ഒപ്പം തന്നെ മുഹമ്മദ് ഗാലിബും ഇവിടെ കായംകുളത്തേക്ക് എത്തുന്നത്. അവർ 2 പേരും 10 വർഷക്കാലമായി പ്രണയത്തിലായിരുന്ന ആളുകളാണ്. ഒരേ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്നവരും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ പ്രണയത്തിലാവുകയും 10 വർഷത്തോളം ആ പ്രണയം മുന്നോട്ട് പോവുകയും ചെയ്തു. ആശയുടെ വീട്ടിൽ വലിയ പ്രതിഷേധം ഈ പ്രണയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആശ വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ മുഹമ്മദ് ഗാലിബ് വിദേശത്തേക്ക് പോയ ഘട്ടത്തിൽ ആശയെ മറ്റൊരാളുമായി വിവാഹം കഴിപ്പിക്കാനായി അവർ തീരുമാനിച്ചിരുന്നുവെന്ന് ആശ പറയുന്നു. 45-കാരനായ വ്യക്തിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായി കുടുംബം തീരുമാനിച്ചതോടുകൂടിയാണ് ആശ ഈ നാട് വിട്ടു പോകുന്നതിനായുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. മുഹമ്മദ് ഗാലിബിനെ വിവരം അറിയിക്കുന്നു. ഗാലിബ് നാട്ടിലെത്തി എന്നറിഞ്ഞതിനെ തുടർന്ന് അവിടേക്ക് ആശ അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. അങ്ങനെ ഇരുവരും ഒരുമിച്ച് സുരക്ഷിതമായ ഒരിടം എന്നുള്ള രീതിയിൽ സുഹൃത്തുക്കൾ കൂടി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കേരളത്തിലേക്ക് എത്തുകയും ചെയ്തത്. കായംകുളത്ത് കഴിഞ്ഞ 11-ന് ഇവരുടെ വിവാഹം നടക്കുകയും ചെയ്തു. അതിനുശേഷം വലിയ സംഭവവികാസങ്ങൾ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ദിവസവും വലിയ പ്രതിഷേധമാണ് ജാർഖണ്ഡിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പൊതുനിരത്തിലടക്കം പ്രക്ഷോഭകാരികൾ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഹിന്ദു മഹാസഭ അടക്കമുള്ള സംഘടനകൾ ജയ് ശ്രീറാം വിളിയോടുകൂടി അവിടെ വലിയ പ്രതിഷേധം ഉയർന്ന ദൃശ്യങ്ങളടക്കം വിവിധ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ജാർഖണ്ഡിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കേരളത്തിൽ ഇവർ കായംകുളത്തുണ്ട് എന്നുള്ള വിവരം പുറത്തേക്ക് വന്നിരുന്നില്ല. ഇന്ന് കഴിഞ്ഞ 14-നോടുകൂടി ജാർഖണ്ഡ് പോലീസ് ഈ കുടുംബത്തിന് മേൽ, അതായത് മുഹമ്മദ് ഗാലിബിന്റെ കുടുംബത്തെ ജാർഖണ്ഡിൽ കസ്റ്റഡിയിൽ എടുക്കുന്നു. അവിടുന്ന് രത്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവർ കസ്റ്റഡിയിലാണ്. ഈ സ്ഥലം ഇവർ 2 പേരുമുള്ളത് ആശയും ഒപ്പം തന്നെ മുഹമ്മദ് ഗാലിബും ഉള്ള സ്ഥലം അറിയിക്കണമെന്ന ഉള്ള ഒരു സമ്മർദ്ദ തന്ത്രം അവർ ഇറക്കുന്നു. തുടർന്ന് ഇവർ കായംകുളം പോലീസ് സ്റ്റേഷന്റെ ലൊക്കേഷൻ ഇവർ കൈമാറുന്നു. 14-നോടുകൂടി ആശയുടെ സഹോദരി ആൽക്കയും ഈ സംഘടനയുടെ ഒരു പ്രതിനിധിയും അവിടുത്തെ ഒരു SIയും കൂടി ഇവിടേക്ക് എത്തുന്നു. ഇവിടെ എത്തി മാവേലിക്കര കോടതിയിൽ വെച്ച് ഇവർ പോലീസിന്റെ കാര്യങ്ങൾ വിവരം തേടുന്നു. ഇവർ പറഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ, മറിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം 36 വയസ്സും 30 വയസ്സും 26 വയസ്സുമുണ്ട് ഗാലിബിനും ആശയ്ക്കും. ഇവർ 2 പേരും അത്തരത്തിൽ സ്വമേധിയ ഒരു തീരുമാനം എടുത്ത് വന്നവരാണ് എന്നുള്ളത് അവർ അന്ന് തന്നെ വ്യക്തമാക്കുന്നു. അവർ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നു. വിവാഹം കഴിഞ്ഞു എന്നുള്ള വിവരവും അവരെ ധരിപ്പിക്കുന്നു. പക്ഷേ അന്ന് മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞവർ ഇവിടെ തന്നെ തുടരുകയും പിന്നീട് ഈ ജാർഖണ്ഡ് പോലീസ് പുതിയൊരു കേസ്, അതായത് അന്ന് ഇവരെ കണ്ടിട്ട് പിറ്റേ ദിവസം പുതിയൊരു കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. മതം, പ്രണയത്തിനും വിവാഹത്തിനും വിലങ്ങതടിയായപ്പോഴാണ് ജാർഖണ്ഡ് സ്വദേശികൾ കേരളത്തിൽ അഭയം തേടിയെത്തിയത്. മുഹമ്മദ് ഗാലിബും ആശാ വർമ്മയും കേരളത്തിലെത്തി വിവാഹിതരായിരിക്കുന്നു. 2 പേരും സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കുന്നുണ്ട്. ഇവിടെ മതത്തിൻ്റെയൊക്കെ കെട്ടുപാടുകളൊക്കെ അഴിച്ച് ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള സാഹചര്യമാണ് അവർക്ക് സൃഷ്ടിക്കേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുന്നു. നമസ്കാരം.